ഇപ്പോൾ അസാമാന്യ ടേസ്റ്റോട് കൂടിയ ഒരു മുട്ട റോസ്റ്റാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. മുട്ടയും സവാളയും കൂടെയാണ് ഇങ്ങനെ കോരിയെടുക്കുന്നത്. ഇതാണ് ഒരു പകുതി മുട്ടയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. മീനൊന്നും വാങ്ങൂല. ഇതൊരു പ്രാവശ്യം നിങ്ങളുണ്ടാക്കി കുട്ടികൾക്കായാലും വലിയവർക്കായാലും കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ മീൻ വാങ്ങുന്ന പ്രശ്നമില്ല. അത്ര ടേസ്റ്റോട് കൂടിയൊരു കറിയാണ് ഒരു മുട്ട മസാലക്കറി, മുട്ട മസാല റോസ്റ്റ്. ഞാനിവിടെ 2 ഇടത്തരം തക്കാളിയും 2 ഇടത്തരം സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാളയും തക്കാളിയും നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ കടുക് വറുക്കാനായിട്ട് 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, പച്ചമുളകിൻ്റെ പഴുത്ത മുളകിന് പകരമാണ് പഴുത്ത മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉണക്കമുളകിന് പകരം വെളുത്തുള്ളി, കൊച്ചുള്ളി കടുക് വറുക്കാനായിട്ട്. അതിൻ്റെ കൂടെ കടുക് വറുക്കാനാണ് ഈ കറിവേപ്പില എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കടുക് വറുക്കുന്നതിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ പാൻ അടുപ്പത്തേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ഇപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 കോഴിമുട്ട പുളർന്നെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയ കോഴിമുട്ട പുളർന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ മുട്ടയും ഈ എണ്ണയിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കണം. മുട്ട എണ്ണയിലോട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാക്കണം. ഇത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒന്ന് പൊട്ടുന്നതായിട്ട് കേൾക്കാം. ഇപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. അടിപൊളി സാധനമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതുവരെ കണ്ടതിലേക്കും വ്യത്യസ്തമായിട്ടാണ്. എല്ലാവരും ഇതുണ്ടാക്കി ഇതുപോലെ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തിരിച്ചും മറിച്ചിട്ട് ഈ മുട്ട നല്ലപോലെ ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്ക് ഓരോന്നായിട്ട് ഇങ്ങോട്ട് മാറ്റാം. ഒരു പാത്രത്തിലേക്ക്. ഇപ്പം നമ്മളിപ്പോൾ എടുത്തൊരു പാത്രം കാണിച്ചല്ലോ, അതിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. ഏത് പാത്രത്തിൽ മാറ്റിയാലും ഒന്നുമില്ല. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ കടുകിടുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കാം. ഞാൻ ഇത്രയും നേരം ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. കടുക് പൊട്ടി തീരുമ്പോഴത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് മൂത്ത് വരുന്നതിനനുസരിച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നീട് ആ മുളക് ഇട്ടതിന് ശേഷം ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. ആ പച്ചമുളകൊക്കെ പഴുത്തത് മുളകായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് നല്ലതുപോലെ മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി സവാള നല്ലപോലെ വഴണ്ട് വരണം. ഇപ്പോൾ നമ്മൾ സവാള വഴണ്ട് വന്നിട്ടുണ്ട്, ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളിയും സവാളയും കൂടെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. അത് നമ്മളിങ്ങനെ ഇങ്ങനെ അടച്ചിട്ട് കൊടുത്ത് 2 മിനിറ്റ് ഇടവിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. പാനായതുകൊണ്ട് കരിയത്തില്ല. 2 മിനിറ്റ് ഇടവിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലതുപോലെ വഴണ്ട് തക്കാളിയൊക്കെ വെന്ത് ഇതിലോട്ട് ചേരണം. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് 2 മിനിറ്റ് ഇടവിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇതിനെ അങ്ങോട്ട് ആക്കി വെച്ച് കൊടുക്കാം. ഇനി 2 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് ഞാൻ. മീഡിയം ഫ്ലെയിമിലാക്കി എന്തിനെന്ന് വെച്ചാൽ
നമ്മൾ മസാലകൾ ചേർക്കാനാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല. നേരത്തെ നമ്മൾ മുട്ട റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചില്ലേ, അതങ്ങോട്ട് കമഴ്ത്തി കൊടുക്കണം. വീണ്ടും ഈ മസാല വാരി മുട്ടയിലങ്ങോട്ട് പൊതിയണം. ലോ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് തീയരിക്കണം. ഇപ്പോൾ 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം വീണ്ടും ഇളക്കണം. ഇപ്പോൾ നമുക്ക് ഇളക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഇളക്കാം. ഒരേ മുട്ടയോടുകൂടി വേണം ഇളക്കാൻ. എന്നിട്ട് ബാക്കി മസാല എടുത്ത് ഇതിൽ പൊതിയണം. എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇവിടെ എരിയും മധുരമൊക്കെ കുറവായതുകൊണ്ട്, ഞങ്ങൾ എണ്ണയൊക്കെ കുറവായതുകൊണ്ട് അതനുസരിച്ചാണ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങളെയൊക്കെ വീട്ടിനനുസരിച്ച് കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എരി കുറച്ചെങ്കിലേ പറ്റുള്ളൂ, അവർക്ക് കഴിക്കണ്ടേ. ഇപ്പോൾ നമ്മൾ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തർക്ക് കോരുമ്പോഴത്തേക്ക് മസാലയും മുട്ടയും ആയിട്ട് ഇതുപോലെ കോരിയെടുക്കണം. ഇങ്ങനെ കോരിയെടുത്ത് ഭയങ്കര ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഒരു മുട്ട വെച്ച് വേണമെങ്കിലും ഇതുണ്ടാക്കാം. ഞാനിപ്പോൾ 2 മുട്ടയ്ക്ക് ഞാൻ എടുത്തത് 2 സവാളയും 2 തക്കാളിയാണ്. നമുക്ക് അരപ്പ് വേണമല്ലോ എന്ത് കഴിക്കാനായാലും. അതാണ് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.